മമ്മൂട്ടിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് ഈ ക്യാപ്ഷൻ കേട്ടുകൊണ്ട് നിങ്ങൾ എന്നെ തെറി വിളിക്കാനല്ല. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ വളരെ ലളിതമായിട്ട് സുന്ദരമായിട്ട് ഒരു വൈറലായ ഒരു വീഡിയോ മമ്മൂട്ടിയുടെ വക വന്നായിരുന്നു. മമ്മൂട്ടി സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അതിനകത്ത് കാണും. കാരണം നോക്കി വായിക്കുന്ന പ്രസംഗങ്ങളല്ല, പുള്ളിയുടെ മനസ്സിൽ വന്ന് വരുന്ന കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആ സദസ്സിന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് മമ്മൂട്ടി. പ്രത്യേകിച്ചും ഒരു വേദിക്ക് മുമ്പിൽ എങ്ങനെയൊക്കെ പ്രസംഗിക്കണം, എങ്ങനെ ആൾക്കാരെ കയ്യിലെടുക്കണം, കയ്യടിയെക്കാട്ടി കൂടുതൽ കൃത്യമായിട്ടും നല്ല രസമുള്ള പ്രസംഗമായിരിക്കും. കാരണം ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, എനിക്ക് പത്മഭൂഷൺ കിട്ടി, രാജ്യം നൽകിയ ഇതൊക്കെ അദ്ദേഹം ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുന്നു. പക്ഷേ എന്നെ നിങ്ങൾ പത്മഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ, ഡബിൾ ഡോക്ടറേറ്റ് മമ്മൂട്ടി എന്നൊന്നും വിളിക്കേണ്ട, സാധാ മമ്മൂട്ടി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ മനുഷ്യത്വം എന്ന് പറയുന്നതും അങ്ങ് ടോപ്പ് ലെവലിൽ എത്തിയ ഒരാളാണെന്ന് വിചാരിക്കണം. കാരണം 20 വർഷം മുമ്പ് കിട്ടേണ്ടതാണ് ഈ പത്മഭൂഷണൊക്കെ. അന്ന് ആലോചിച്ച് നോക്കി, പലരും ഒരുപാട് പേര് നമ്മൾ ചെയ്യുന്നതല്ലേ, ശ്രീനിവാസൻ്റെ സിനിമ പോലെ, ലെഫ്റ്റനന്റ് കേണൽ സരോജ് കുമാർ പോലെ പൈസ കൊടുത്തും അധികാരം കൊണ്ടും ഒക്കെ നേടിയെടുക്കുന്നതാണ് ഇപ്പോഴത്തെ ബഹുമതികളല്ല. നമ്മൾ എല്ലാ മേഖലയും നോക്കിയാലും, നാഷണൽ അവാർഡ് എടുത്ത് നോക്കുക, എല്ലാ മേഖലയിലും കാണുമായിരിക്കും, നാഷണൽ അവാർഡ് എടുത്ത് നോക്കുക, നമ്മൾ അറിയിക്കാത്തവർക്ക് തന്നെ കിട്ടുന്നത് നമുക്കും അറിയാം, കൊടുക്കുന്നവർക്കും അറിയാം. പക്ഷെ മമ്മൂട്ടിക്ക് 3 ദേശീയ അവാർഡ് കിട്ടി, 4ാമത്തെ ദേശീയ അവാർഡ് കിട്ടി. എത്രയോ വർഷങ്ങൾ, 10-20 വർഷമായി ഒരു ദേശീയ അവാർഡ് കിട്ടി. 2000 ദേശീയ അവാർഡ് കിട്ടിയതാണ്. 26 വർഷമായി ദേശീയ അവാർഡ് കിട്ടിയിട്ട്. ഇനി ബ്രഹ്മയുഗത്തിന് കിട്ടുമെന്ന് പറയുന്നു, പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഇതെല്ലാം എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എൻ്റെ മാക്സിമം ഞാൻ വർക്ക് ചെയ്യും, ഞാൻ മത്സരത്തിന് എല്ലാ വർഷവും എല്ലാ കാര്യത്തിനും മത്സരിക്കാൻ ഉണ്ടാകും എന്നുള്ള ഒരു ആർജവത്തിനും ഊർജത്തിലും ഇങ്ങനെ നിൽക്കുന്നൊരു വ്യക്തി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിയല്ല വേറെ ആൾ കാണത്തില്ല. ഇപ്പോഴും യുവാക്കൾക്കൊപ്പം മത്സരിച്ച് അഭിനയിക്കുന്ന ഒരാൾ, എപ്പോഴും എല്ലാ വർഷവും ഒരാൾ ഒരിടത്ത് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനാണ്. നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് എഴുതി പറയുന്നതല്ല, അത് സത്യമായ കാര്യം തന്നെയാണ്. എന്തായാലും അഭിനയത്തിനോടുള്ള കൊതി തീരാത്തൊരു മനുഷ്യൻ. എന്തായാലും ലെജൻഡ് ഓഫ് ഓൾ ടൈംസ് എന്ന് പറയാമെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂട്ടിയെ പട്ടികയിൽപ്പെടുത്താം. ഇനിയെങ്കിലും വൈകാതെ തന്നെ ഗംഭീര പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഉള്ളതിനെ തേടി എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.